പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേബലിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങൾ 16:3 നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ഞാൻ ഒരു സംഭവ ചരിത്രം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പാസ്റ്റർ ബോസ്റ്റണിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. താൻ ചില നല്ല ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ പറയാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അതായത് ഒരു രാത്രി ഈ പാസ്റ്ററും തൻ്റെ ഭാര്യയും പാതിരായപ്പോൾ 3 മണിക്ക് അവരുടെ ചില ഫ്രണ്ട്സിൽ നിന്നൊരു അർജൻറ്റ് ഫോൺ കോൾ കിട്ടി. ഓണൊന്നു ആ ഫ്രണ്ട്സ് പ്രാർത്ഥന ചോദിച്ച് വിളിച്ചതാണ്. എന്തുവായിരുന്നു പ്രാർത്ഥനാ വിഷയം എന്നറിയണ്ടേ? കാട്ടുതീ പടർന്നു പിടിക്കുക, അവരുടെ ഭവനത്തിലും ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാം ഏരിയയിലേക്ക് പടർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ വിൻഡോ തുറന്നാൽ അവർക്ക് ഒത്തിരി ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഇങ്ങനെ ബേൺ ചെയ്ത് പോകുന്നതിൻ്റെ വലിയൊരു വെട്ടം അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആ വീട് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫയറിങ് അഡ്വാൻസ് ചെയ്തവരെ നശിപ്പിക്കുമെന്നവർ ഭയപ്പെടുക. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്ററും ഭാര്യയും കൂടെ ബെഡിൽ നിന്നിറങ്ങി ആ തണുത്ത തറയിൽ അവർ മുട്ടുകുത്തി. എന്നിട്ട് 1 മണിക്കൂർ നിന്ന് വളരെ അർജൻറ്റായിട്ട്, വളരെ ഏണസ്റ്റായിട്ട് പ്രാർത്ഥിച്ചു. അവരുടെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ, അവരുടെ ഭവനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ, ആ ഏരിയയിലുള്ള ജനത്തെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, ആ ഫയർ 1000 ഏക്കറോളം സ്ഥലങ്ങൾ, ചുറ്റുപാടുള്ള അനേക നെയ്ബർഹുഡിലെ സകല സംഗതികളും, വലിയ കമ്മ്യൂണിറ്റീനെ ഒക്കെ നശിപ്പിച്ചു. എന്നാൽ ഏത് കുടുംബത്തിന് വേണ്ടി ആ പാസ്റ്ററും വൈഫും മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ, ദാറ്റ് ഹൗസ് വാസ് സ്പെയർഡ്. ആ വീടിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവരുടെ ആ ഫ്രണ്ട് പാസ്റ്ററിനെ വിളിച്ചിട്ട് ഒത്തിരി താങ്ക്സ് കൊടുത്തു. നീ ഒരു ട്രൂ ഫ്രണ്ടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ ആ പാസ്റ്റർ മറുപടി പറഞ്ഞു, നോ താങ്ക് യു, യു ആർ ദ വൺ ബീയിങ് എ ട്രൂ ഫ്രണ്ട്. യു തോട്ട് ഇനഫ് ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് യു ആർ വില്ലിംഗ് ടു വേക്ക് us up in the middle of the night to ask us to pray. You were good enough friends that you were willing to inconvenience us. പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളാണ് നന്ദി പറയേണ്ടത്. കാരണം നീ ഞങ്ങളെ വിളിച്ചുണർത്തിയല്ലോ. ഞങ്ങൾ സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുമെന്നൊക്കെ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നീ വിലമതിക്കുന്നുവെന്നൊക്കെ നീ കരുതിയത് കൊണ്ടല്ലേ ഞങ്ങളെ ഉണർത്തി ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇച്ചിരി അസൗകര്യപ്പെടുത്തൽ വന്നാലും നീ അതൊന്നും ഗവനിക്കാതെ ഞങ്ങളെ വിളിച്ചു. അതുകൊണ്ട് ഞങ്ങളാണ് നിന്നോട് താങ്ക്സ് പറയേണ്ടത് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതം ഏത് സമയത്ത് വേണമെങ്കിലും കാട്ടുതീ വന്ന് നമ്മളെ കൺസ്യൂം ചെയ്യാം. ഫാമിലി സ്ട്രഗിൾസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നതിൽ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം, നമ്മുടെ കരിയറിലെ പ്രശ്നങ്ങളായിരിക്കാം, ആരോഗ്യത്തിൻ്റെ വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന സ്ട്രെയിൻസ് ആയിരിക്കാം. ഹല്ലേലൂയ. ഇപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ആ ചക്രവാളത്തിലേക്കൊന്ന് നോക്കിക്കേ. നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ചില ഫയേഴ്സ്, ചില കാട്ടുതീ നീ കാണുന്നില്ലേ? പ്രൈസ് ഗോഡ്. ലൈഫിനെ അത് എൻഡ് ചെയ്യുമെന്ന് തോന്നിക്കുന്ന ചില വിഷയങ്ങളില്ലേ? പക്ഷെങ്കിൽ ഓർക്കണമേ, ദൈവം നമുക്ക് ചില നല്ല ഫ്രണ്ട്സിനെ തന്നിട്ടുണ്ട്. ഈവൻ ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് നമുക്കവരെ വിളിക്കാം.
ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫെലോ ബിലീവറിനെ ഒന്ന് അസൗകര്യപ്പെടുത്താൻ നിനക്കൊരുക്കമുണ്ടോ? ഹല്ലേലൂയ. കുഞ്ഞെ, നീ ജീവിക്കുന്നത് ഒരു ഓതൻറ്റിക് കമ്മ്യൂണിറ്റിയിലല്ലേ? ഹല്ലേലൂയ. ദൈവം നമ്മയൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുക, നമുക്ക് വേണ്ടിയും ഡിസൈൻ ചെയ്തിരിക്കുക. നീ അതിന് വില്ലിങ് ആണെങ്കിൽ നിനക്കും അതൊരു അനുഗ്രഹമാണ്, നീ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരും. ലൈഫ് ഗിവിങ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഇമോഷണൽ കപ്പാസിറ്റി നല്ലവണ്ണം ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നമ്മളെ കൊണ്ടത് ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവ് അത് ചെയ്യത്തുള്ളൂ. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, നിൻ്റെ ബെസ്റ്റ് എഫേർട്ട് നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനകത്തിട്. പ്രൈസ് ഗോഡ്. കർത്താവ് അതിനുള്ള കൃപ നിനക്ക് തരും. നീ വേറെ ഡിഫറെൻറ്റ് പ്ലാൻ ഒന്നും നിൻ്റെ മനസ്സിലെടുക്കുവാൻ പോണ്ട. നീ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആകാനും പോണ്ട. പരിശുദ്ധാത്മാവ് നമ്മളെ വളരെ ജെൻറ്റിലായിട്ട് വിളിച്ച് ചില സംഗതികൾ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യിക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തെടുക്കുവാൻ തക്കവണ്ണമുള്ള കൃപ പരിശുദ്ധാത്മാവ് തരികയും ചെയ്യും. ഒരു വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. യാക്കോബ് 2:23, ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 23. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ചില ബിഗ് ഡിസിഷൻസ് എടുക്കുവാൻ നമുക്ക് കഴിയാതെ നമ്മൾ വറീഡ് ആകാറുണ്ട്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ഡയറക്ഷനിലേക്ക് നമ്മുടെ ജീവിതം പോകുമോ എന്ന് നാം ഭയപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിലെ നീ പ്രാർത്ഥിക്കുക. നീ എത്രയും കൂടുതൽ പ്രാർത്ഥിക്കുമോ അത്രയും ഈസിയായിട്ട് നിനക്കത് തീരും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല മെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അഡ്വൈസ് നാം കേൾക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ് നാം അനുസരിക്കുക. നമ്മുടെ വലിയ പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ, അത് നാം മാറ്റിവെക്കുക. ഒരിക്കലും സ്ട്രഗിൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചറിയാം. എത്ര ഉറച്ച വിശ്വാസമായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും. പക്ഷേ നാം ചിലപ്പോൾ അബ്രഹാമിനെ മറന്നുപോകും, ദൈവത്തെ മറന്നുപോകും. അവർ ഫ്രണ്ട്സായിരുന്നതുകൊണ്ട് ദൈവത്തെ ആവശ്യത്തിലധികം ട്രസ്റ്റ് ചെയ്യുവാൻ അബ്രഹാമിന് കഴിഞ്ഞു. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോഴും യാതൊരു സംശയവും കൂടാതെ ദൈവം സകലവും നന്മയ്ക്കായി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് കരുതിക്കൊണ്ട്, ഉറച്ചുകൊണ്ട്, ഇസഹാക്ക് ചാരമായി പോയാലും ആ ചാരത്തിൽ നിന്നൊരു കുഞ്ഞിനെ ഉളവാക്കി തൻ്റെ കയ്യിൽ തരുമെന്നുള്ള വിശ്വാസത്തോടെ താൻ അതിന് നടന്നു നീങ്ങി. ദൈവം അത് നീതിയായി കണക്കിടുമെന്ന് അവൻ അറിയായിരുന്നു. ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന ആ പേര് അബ്രഹാം പ്രാപിച്ചു. ദൈവം നമ്മുടെ രാജാവാണ്. എന്നാൽ ഓർക്കണമേ, അവന് നമ്മുടെ ഫ്രണ്ടായിട്ടിരിക്കാനും ഇഷ്ടമാണ്. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പാപഭാരങ്ങളെ പുത്രനാകുന്ന യേശു ചുമക്കുവാൻ ദൈവം അനുവദിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹം, പ്രൈസ് ഗോഡ്, തകർന്ന ഈ ഭൂമിയിൽ അത് പണിതെടുക്കുവാൻ നാമും ഒരുമ്പെടണമെന്ന്.
ഹല്ലേലൂയ. കുഞ്ഞെ, നീ ഇപ്പോൾ എന്തിനെ ഓർത്താ പറയടിക്കുന്നത്? നിൻ്റെ ബിൽസ് എങ്ങനെ പേ ചെയ്യുമെന്ന് ഓർത്താണോ? അല്ലെങ്കിൽ നിൻ്റെ പ്രായപൂർത്തിയായ മകളെക്കുറിച്ചാണോ? നിൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചാണോ? ചില ഡിവോഴ്സ് സംഭവിക്കുമെന്നുള്ള ഭാരം കൊണ്ടാണോ? നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് യേശു കർത്താവ് കൂടെയുണ്ട്. അവൻ്റെ ലീഡിങ്ങിന് നീ ഏൽപ്പിച്ചു കൊടുക്കുക. അവനിൽ നീ ആശ്രയിക്കുക. അവൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് കരുതിയാൽ അവൻ ഓൾവേസ് ഹി വിൽ ഡു ദ ബെസ്റ്റ് ഫോർ യു. ഹി ഈസ് ദ ഫ്രണ്ട് ഹു വിൽ നെവർ ലെറ്റ് യു ഡൗൺ. അതുകൊണ്ട് ഒരു വിധത്തിലും ഭയപ്പെടുവാൻ ഇടയാകാതെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാരപ്പെട്ട് ഭയപ്പെട്ട് അവിശ്വസിച്ച് നിൽക്കുവാനല്ല, വിശ്വാസത്താൽ ശക്തിപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങളുടെ നല്ല സ്നേഹിതനാകിയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്.